യുഎസിലെ ഫെഡറൽ സർക്കാരിന്റെ ആവശ്യപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 40 തടവുകാരിൽ 37 പേരുടെയും ശിക്ഷ പ്രസിഡന്റ് ജോ ബൈഡൻ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ പ്രഖ്യാപനം. 1500 പേർക്ക് ജയിൽ ശിക്ഷ ഇളവ് ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷമാണിത്. പോലീസുകാരെയും പട്ടാളക്കാരെയും കൊന്നവരും മയക്കുമരുന്ന് ഇടപാട് നടത്തിയവരും ബാങ്ക് കൊള്ള ചെയ്തവരുമെല്ലാം ശിക്ഷ ഇളവ് ലഭിച്ചവരിൽ ഉൾപ്പെടും. സൗത്ത് കരോലൈനയിലെ പള്ളിയിൽ ആഫ്രിക്കൻ വംശജനായ 9 പേരെ കൊന്ന ഡിലൻ റൂഫ്, ബോസ്റ്റൺ മാരത്തണിനിടെ സ്ഫോടനം നടത്തിയ ഡിഷോഗർ സർനെയ്, പിറ്റ്സ്ബർഗിലെ സിനഗോഗിൽ 11 പേരെ വെടിവെച്ച് കൊന്ന റോബർട്ട് ബവേഴ്സ് എന്നിവർ മാത്രമേ ഫെഡറൽ സർക്കാരിന്റെ വധശിക്ഷ തടവുകാരായി ഇനിയുള്ളൂ. 2021 ജനുവരി 20 അധികാരമേറ്റ ബൈഡൻ സർക്കാർ അക്കൊല്ലം തന്നെ വധശിക്ഷയ്ക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് വധശിക്ഷകളൊന്നും നടപ്പാക്കിയിട്ടില്ല. അതേസമയം വധശിക്ഷ കൂടുതൽ വിപുലമാക്കണമെന്ന പക്ഷക്കാരാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മനുഷ്യക്കടത്തുകാർക്കും മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കും വധശിക്ഷ നൽകുമെന്ന് ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ട്രംപിന്റെ 1ാം ഭരണകാലത്ത് 13 ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു. ആധുനിക യുഎസിന്റെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ഇത്രയധികം പേരെ വധശിക്ഷയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. 2003 ശേഷം ഫെഡറൽ സർക്കാർ വധശിക്ഷ നടപ്പാക്കിയതും ട്രംപിന്റെ കാലത്താണ്. അതേസമയം ബൈഡന്റെ ഭരണകാലത്ത് പല സംസ്ഥാനങ്ങൾ അവയുടെ അധികാരം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യാന സംസ്ഥാനം 15 വർഷത്തിന് ശേഷം ആദ്യ വധശിക്ഷയ്ക്ക് വിധേയരായത്.